ഇന്ന് നമ്മൾ ചെയ്യുന്നത് സ്ലീവിൽ നെറ്റ് അറ്റാച്ച് ചെയ്ത ശേഷം ഡിസൈൻ്റെ പാറ്റേൺ ഒന്നും ഇല്ലാതെ തന്നെ എങ്ങനെയാണ് സിമ്പിളായിട്ടൊരു സ്ലീവ് ഡിസൈൻ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ. അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഫിറ്റിംഗ് സ്റ്റോൺ ആണ് കേട്ടോ. ഇത് റൗണ്ട് ഷേപ്പിലുള്ള വൈറ്റ് ഫിറ്റിംഗ് സ്റ്റോൺ ആണ്. ഇതേപോലെ തന്നെ ഐ ഷേപ്പിലുള്ള ഗോൾഡൻ ഫിറ്റിംഗ് സ്റ്റോൺ ആണ്. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, ഇതുപോലെയാണ് ഇരിക്കുന്നത്. പിന്നെ സീക്വൻസ് എടുത്തിട്ടുണ്ട്, ഗോൾഡൻ സീക്വൻസ്, റൈസ് ബീഡ്, അതും ഗോൾഡൻ്റെ ഷെയ്ഡിൽ തന്നെ വരുന്ന റൈസ് ബീഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അതേപോലെ സിൽക്ക് ത്രെഡ് വേണം. പീച്ച് ഷെയ്ഡിലുള്ള സിൽക്ക് ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റോയൽ ബ്രാൻഡാണ്. നമ്പർ ആണെങ്കിൽ 93 അല്ലേ, 93 ആണ് ഇതിൻ്റെ നമ്പർ. അപ്പോൾ ഇതുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ആ സ്ലീവിൻ്റെ സെൻറ്റർ കണ്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം. ഇനി ഇതുപോലെ ഒരു നെറ്റ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി 4.5 ഇഞ്ചാണ് കേട്ടോ. ലെങ്ത്ത് നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഈ രണ്ട് വശത്തൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ രണ്ട് സ്ലീവിലും നെറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെറ്റിൻ്റെ പോർഷൻ വരുന്നത് ഇവിടെ 1.5 ഇഞ്ചാണ് കേട്ടോ. എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്ലീവ് ഒന്ന് വരച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്രെയിമും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി 1.5 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇവിടെ നമുക്കൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കാം. ആ നെറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇതേപോലെ തന്നെ ഡോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ആ ഡോട്ട് ഇട്ടിടത്തൊക്കെ നമുക്ക് ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അവിടെ റൗണ്ട് ഫിറ്റിംഗ് സ്റ്റോൺ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ്. ഇനി ആ റൗണ്ടിൻ്റെ 3 വശത്തുമായിട്ട് നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ആ ഐ ഷേപ്പിലുള്ള ഫിറ്റിംഗ് സ്റ്റോൺ ഉണ്ടല്ലോ, അതങ്ങ് ഒട്ടിച്ചു കൊടുക്കണം. ഇനി സിൽക്ക് ത്രെഡ് 6 സ്ട്രാൻഡ്സ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രവലിൻ്റെ നീഡിൽ 5 ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 2 സ്റ്റോണിൻ്റെ നടുക്ക് നിന്ന് ഇതുപോലെ നീഡിലെടുക്കുവാണ്. എന്നിട്ട് ത്രെഡ് ആ നീഡിലേക്ക് ഒരു തവണ ഒന്ന് ചുറ്റിയിട്ട് ആ ഒപ്പം തന്നെ നമുക്കൊരു സീക്വൻസും കൂടെ നീഡിലേക്ക് എടുത്തിട്ട് ഇതുപോലെ താഴ്ത്തി കൊടുക്കുവാണ്. ലോങ് ഫ്രഞ്ച് നോട്ട് വിത്ത് സീക്വൻസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന സ്റ്റിച്ചിൻ്റെ പേര്. ഇനി നീഡിൽ ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ആ നീഡിലേക്ക് ഒരു റൈസ് ബീഡ് എടുത്തിട്ട് ചെരിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുവാണ്. അപ്പം നമ്മുടെ 3 എണ്ണമാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും സെൻറ്ററിലോട്ടും. സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ റൈസ് ബീഡിൻ്റെ കൂടെ ഒരു സീക്വൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്.
ഇനി ഇവിടെയായിട്ട് നമുക്ക് ഗം അപ്ലൈ ചെയ്തിട്ട് അവിടെ ഒരു റൗണ്ട് സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇതാണ് സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ സ്ലീവിൻ്റെ ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ കുർത്തിയുടെ സ്ലീവിലും ചെയ്യാം, അതേപോലെ തന്നെ സാരി ബ്ലൗസിൻ്റെ സ്ലീവിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ടൈം മതി നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.